രാജഗിരി സ്കൂളിലെ കുട്ടികളുടെ സേവന മനോഭാവത്തിൽ തണലായത് 5ഓളം കുടുംബങ്ങൾക്ക്, ഒപ്പം കൂട്ടായി അധ്യാപകരും അനധ്യാപകരും. രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 വർഷമായി നടത്തിവരുന്ന പദ്ധതിയാണ് ഹോം ഫോർ ദ ഹോംലെസ്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ 5ാമത്തെ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നു. ഹോം ഫോർ ദ ഹോംലെസ് എന്നത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ്. സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്നും തന്നെ ഒരു ദിവസം ₹1 എന്ന കണക്കിൽ തുക ശേഖരിച്ച് അർഹരായവർക്ക് നൽകുന്നതാണ് ഈ പദ്ധതി. രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂള് ഹോം ഫോർ ദി ഹോംലെസ് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ വർഷം വെച്ചു കൊടുത്ത വീടാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഇത് 5ാമത്തെ വീടാണ്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഹോം ഫോർ ദി ഹോംലെസ് എന്നുള്ള പദ്ധതി ആരംഭിച്ചത്. ഈ വർഷം ഇത് 5ാമത്തെ വീടാണ് പണി പൂർത്തിയാക്കി നമ്മൾ നൽകുന്നത്. കുട്ടികൾ ഓരോ ദിവസവും ₹1 വീതം സംഭാവന ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സ്റ്റാഫും മറ്റ് ഉപകാരികളുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ പൂർത്തിയാക്കാൻ സാധിച്ചത്. ഏതായാലും കുട്ടികൾക്ക് ഇത് നല്ലൊരു മാതൃകയാണ്. കാരണം 5 വീടുകൾ പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. അവർക്ക് വീട് വെച്ച് കൊടുത്തുകൊണ്ട് അവർക്കൊരു സഹായകമായി മാറുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിൻ്റെ ഹെൽപ്പും ഉണ്ടായിരുന്നു. അവർ ഈ സ്കൂളിൽ ഈ വീടിൻ്റെ നിർമ്മാണ സമയത്ത് ഒത്തിരി ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പദ്ധതി തുടങ്ങിയിട്ട് ഇത് 2 വർഷമായിട്ട് തുടങ്ങി. 2 വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 5ാമത്തെ വീടാണ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എല്ലാ വീടുകൾക്കും NSS വോളണ്ടിയേഴ്സിൻ്റെ സഹകരണമുണ്ടായിരുന്നു. അവരും ഇവിടെ വന്ന് ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. എങ്ങനെയുള്ള ആളുകളാണ് ഇതിനെ പരിഗണിക്കുന്നത്? ഇതിനെ പരിഗണിക്കുന്നത് നമ്മൾ കുട്ടികൾ വഴി ആണ് ഇതിനെ അന്വേഷിക്കുന്നത്. അങ്ങനെ കുട്ടികളിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷനുകൾ സ്വീകരിച്ചിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കും. അപ്പോൾ സ്ഥലം സ്വന്തമായിട്ടുള്ളവർക്കാണ് നമുക്ക് വീട് വെച്ച് കൊടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് 3 സെൻറ്റോ 2 സെൻറ്റോ 2.5 സെൻറ്റോ ഒക്കെ സ്ഥലമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ വീട് വെച്ച് കൊടുക്കാൻ നമുക്ക് പറ്റുന്നത്. പലപ്പോഴും പലർക്കും സ്ഥലമുണ്ടായിരിക്കും, പക്ഷേ അതിന് ആധാരമുണ്ടാകുകയില്ല, അല്ലെങ്കിൽ അത് കരഭൂമി ആയിരിക്കുകയില്ല. അവിടെയൊക്കെ നമ്മൾ തന്നെ ഇടപെട്ട് നമ്മളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ആ ഭൂമി കരഭൂമിയാക്കി അവിടെ വീട് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. പേരൻസിൻ്റെയും ഉണ്ട്, ടീച്ചേഴ്സിൻ്റെയും ഉണ്ട്. ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഒപ്പം നിൽക്കുന്നു. അവരുടെ ഓരോ ദിവസത്തെ ₹1 അതും ഈ പദ്ധതിക്ക് വളരെ സഹായകമാണ്. വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ പങ്കാളിത്തം കുട്ടികളിൽ സേവന മനോഭാവമുണർത്തുന്നു. വീടിൻ്റെ നിർമ്മാണഘട്ടത്തിൽ വിദ്യാലയത്തിലെ മറ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഭവന സന്ദർശനം നടത്താറുണ്ട്. ഈ വർഷം ഭവനം നിർമ്മിച്ചു നൽകാൻ കുട്ടികൾ തിരഞ്ഞെടുത്തത് സ്കൂളിലെ തന്നെ സ്റ്റാഫായ ബെർത്തയ്ക്കും കുടുംബത്തിനുമാണ്. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി കൊച്ചലനിക്കലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ജമാൽ മണക്കാടൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. രാജഗിരി കുടുംബത്തിലെ ഒരു അംഗത്തിന് തന്നെ പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകാനായതിലുള്ള സന്തോഷത്തിലാണ് രാജഗിരി കുടുംബം. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.